വയസ്സുള്ള ഈ കുഞ്ഞ് കാട്ടിൽ വഴി തെറ്റി നടക്കുകയാണ്. അവന്റെ കുടുംബത്തെ 2 ദുഷ്ടന്മാർ കൊന്നു. ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ 2 വില്ലന്മാരും ആ കുട്ടിയെ തിരയാൻ തുടങ്ങി. അപ്പോഴേക്കും ഭാഗ്യത്തിന് കുട്ടി ഉണർന്ന് അമ്മയെ അന്വേഷിക്കാൻ ടെന്റിന് പുറത്തേക്ക് ഇറങ്ങി നടന്നു. വിശന്ന് സഹിക്കാൻ പറ്റാതെ ആ കുഞ്ഞ് തളർന്ന് ബോധരഹിതനായി. അങ്ങനെ ആ കാട്ടിലൂടെ വന്ന ഒരു കപ്പിൾ അവനെ കാണുകയുണ്ടായി. കുട്ടി ഇപ്പോഴും ശ്വസിക്കുന്നുണ്ടെന്ന് കണ്ട അവർ അവനെ കുന്നിൻ ചുവട്ടിൽ വെച്ച് പോലീസിന് കൈമാറാൻ തയ്യാറായി. എന്നാൽ അപ്പോൾ തന്നെ കുട്ടിയെ അന്വേഷിച്ച് ആ ദുഷ്ടൻ അങ്ങോട്ട് വന്നു. മലമുകളിലെ വേട്ടക്കാരനാണെന്ന് കരുതി ദമ്പതികൾ അവനോട് കുഞ്ഞിന്റെ കാര്യം പറഞ്ഞു. അന്നേരം ഡേവിഡ് മലമുകളിൽ വെച്ച് ആ കുഞ്ഞിന്റെ പേരൻസിനെ കണ്ടുവന്ന് അവരോട് കള്ളം പറഞ്ഞു. അന്നേരം നമ്മുടെ പോലീസായ മൈക്ക് അവനു വേണ്ടി ഇവിടെ കാത്തിരിക്കാൻ ആ പെണ്ണിനോട് പറഞ്ഞു. അവനും ഡേവിഡും കുട്ടിയുടെ കുടുംബത്തെ അന്വേഷിക്കാൻ പോയി. മൈക്ക് മലമുകളിൽ എത്തിയപ്പോൾ അവിടെ ആകെ മൃതദേഹങ്ങൾ കണ്ടു. ഭാഗ്യവശാൽ കുട്ടിയുടെ അമ്മയ്ക്ക് അപ്പോഴും ബോധമുണ്ടായിരുന്നു. അമ്മ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഡേവിഡ് അവളെ പുറകിൽ നിന്നും വെടിവെച്ചു. ഇപ്പോൾ മൈക്കിന് മനസ്സിലായി ആരാണ് വില്ലൻ എന്ന്. അവൻ തിരിഞ്ഞു ഓടാൻ തുടങ്ങി. അതേസമയം ആ പെണ്ണ് മറ്റേ വില്ലനായ സാമിനെ കണ്ടുമുട്ടി. അവൾ വേഗം കുഞ്ഞിനെയും കൊണ്ട് കാറിനുള്ളിൽ ഒളിച്ചു. ഇത് കണ്ട സാം കാറിന്റെ ചില്ല് തകർത്തു. ഭാഗ്യവശാൽ അവൾ ഒരു കരാര കൊണ്ട് അവന്റെ കൈ വെട്ടി ശേഷം അവൾ ആ കൊച്ചുകുട്ടിയുമായി പുറത്തേക്ക്